ഗാസയിൽ ഇസ്രയേൽ ഉപരോധത്തിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുകയാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ വിചിത്രമായ പ്രതിഷേധം സഹായരൂപത്തിൽ അയച്ചിരിക്കുകയാണ് ഈജിപ്ത്. കുപ്പികളിലും പൊങ്ങിക്കിടക്കുന്ന പാത്രങ്ങളിലും ഭക്ഷണവും വെള്ളവും കടലിലൂടെ ഗാസയിലേക്ക് ഒഴുക്കി വിടുകയാണ് ഈജിപ്തുകാർ. കടലിൽ നിന്ന് കടലിലേക്ക് ഗാസയ്ക്ക് പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഈജിപ്തുകാരെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെത്തുമെന്ന പ്രതീക്ഷയിൽ മെഡിറ്ററേനിയൻ കടലിൽ ധാന്യങ്ങൾ, അരി, പയർ, മറ്റ് ഉണങ്ങിയ ഭക്ഷണ സാധനങ്ങൾ എന്നിവ 1 ലിറ്റർ, 2 ലിറ്റർ കുപ്പികളിൽ നിറച്ച കടലിൽ ഒഴുക്കുകയാണ് ഈജിപ്തുകാർ. ഇസ്രയേലിന്റെ ഉപരോധത്തെ മറികടക്കാൻ ഇതിന് സാധിക്കില്ലെന്ന് തങ്ങൾക്കറിയാമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നു. എങ്കിലും അതിർത്തികളിൽ അടിയന്തര സഹായ ട്രക്കുകൾ തടഞ്ഞുവയ്ക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം കൂടിയാണ് ഈ നടപടിയെന്ന് അവർ പറഞ്ഞു. ലിബിയ, ട്യൂണീഷ്യ, അൾജീരിയ, മൊറോക്കോ എന്നിവയുൾപ്പെടെ മെഡിറ്ററേനിയൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ ജനങ്ങളോടും ഇതിൽ പങ്കാളികളാകാൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കുപ്പിയിലെ സന്ദേശം എന്നതിൽ നിന്നാണ് ഈ ആശയം ഉൾക്കൊണ്ടതെന്ന് പ്രാദേശിക അറബി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈജിപ്തുകാരുടെ ക്യാമ്പയിന് വലിയ പ്രശംസ ലഭിക്കുന്നുണ്ട്. ഗാസയിലെ ഉപരോധത്തിൽ നിന്ന് അവരെ സഹായിക്കാൻ കടലിലൂടെ ഭക്ഷണം എത്തിക്കുന്നതാണ് ഏറ്റവും പ്രായോഗികമായ രീതിയെന്ന് നിർദ്ദേശിച്ചത് ജപ്പാനിൽ താമസിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ അക്കാദമികനും എഞ്ചിനീയറുമായ വ്യക്തിയാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിലെ ഉപരിതല പ്രവാഹങ്ങൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മണിക്കൂറിൽ 0.8 കിലോമീറ്റർ വേഗതയിൽ ഒഴുകുന്നു. അതായത് ഡാമിയേറ്റ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നോ പോർട്ട് സെയ്ദിന് കിഴക്ക് നിന്നോ ഭക്ഷണം നിറച്ച കണ്ടെയ്നറുകൾ അയച്ചാൽ 72 മുതൽ 96 മണിക്കൂറിനുള്ളിൽ അവ ഗാസയുടെ തീരത്ത് എത്തുമെന്നും അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. അതേസമയം ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 115 പലസ്തീനികൾ പട്ടിണി കിടന്ന് മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. നിരവധി കുട്ടികൾ ഉൾപ്പെടെ മിക്ക മരണങ്ങളും സമീപ ആഴ്ചകളിലാണ് നടന്നത്. മാർച്ച് 2-ന് ഇസ്രയേൽ ഗാസയുടെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചിരുന്നു. അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ, ബേബി ഫോർമുല, കുടിവെള്ളം എന്നിവ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും വിതരണങ്ങളും അവർ നിർത്തിവെച്ചു. പിന്നീട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് പിന്നാലെ വളരെ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ മാത്രം കടത്തിവിട്ടിരുന്നു. എന്നാൽ ഇതൊട്ടും പര്യാപ്തമല്ലെന്നാണ് UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. മെയ് മാസത്തിലെ കണക്കുകൾ അനുസരിച്ച് ഗാസയിൽ ഏകദേശം 1.5 ലക്ഷം ആളുകൾ അതിഭീകരമായ പട്ടിണി നേരിടുന്നുണ്ടെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സമാധാന ചർച്ചകളിൽ ഹമാസ് താൽപര്യം കാണിക്കുന്നില്ല എന്നാരോപിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിനിധികളെ തിരിച്ചു വിളിച്ചു. ഖത്തറിലാണ് ചർച്ച നടന്നിരുന്നത്. ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ബാക്കിയുള്ളവരെ തിരിച്ചെത്തിക്കാനും ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കാനും മറ്റു മാർഗങ്ങൾ പരിഗണിക്കുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പറഞ്ഞു. ഹമാസ് നേതാക്കളെ വകവരുത്തുമെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു. ഹമാസിന് വെടിനിർത്തലിന് താൽപര്യമില്ല, അവർക്ക് മരിക്കാനാണ് താൽപര്യമെന്ന് തോന്നുന്നു. അത് വളരെ മോശമാണെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം സമാധാന ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കുമെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗാസയിൽ 5 കുഞ്ഞുങ്ങൾ കൂടി കൊടും പട്ടിണിക്കിരയായി മരിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനകം 80 പലസ്തീനികൾ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.